പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ നന്നായി തന്നെ ആമേൻ. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ യാക്കോബ സഭയിലെ ഇട്ടൂപ്പാലക്കൽ കോറെപ്പിസ്കോപ്പ്. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇന്ന് പറയുന്നത് സ്നാനം കഴിപ്പിക്കാൻ ആർക്കാണ് അധികാരമുള്ളത് എന്ന ഒരു വിഷയത്തെ പറ്റി ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അതിനെ വിമർശിച്ചും കുറ്റം പറഞ്ഞുമൊക്കെ അടിമാലിയിലെ ഡേവിഡ് പാസ്റ്റർ ഒരു മറുപടി തന്നിരുന്നു. അതിനൊരു മറുപടിയായിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യം അദ്ദേഹം പറയുന്നത്, എനിക്ക് സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്നാണ്. ഞാൻ പറഞ്ഞിരുന്നു, ഈ വീഡിയോ ബന്ധുക്കോസുകാർ കണ്ടാലും ചിലപ്പോൾ മറുപടി തരില്ല. പിന്നെ അവരിൽ ബുദ്ധിമാന്മാരും വിവരമുള്ളവരും അറിവുള്ളവരൊക്കെ ഉണ്ടല്ലോ, അവരൊരു മറുപടി തരുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഇതിന് സമയമില്ല, എൻ്റെ വിലയേറിയ സമയം ഞാൻ നഷ്ടപ്പെടുത്തുകയാണ്, എങ്കിലും അതിനൊരു മറുപടി തരവില്ല എന്നൊക്കെ ഈ പാർഷ് പറയണം. ഞാൻ വിവരമുള്ളവർ അറിവുള്ളവർ എന്ന് ഉദ്ദേശിച്ചത് പാസ്റ്റർ അരിൽ കൊടിത്തോട്ടം, ജോബി ഹാൽവിൻ, കൊല്ലം ഷമീർ, ഗോസ്പൽ ടി വിയിലെ സാജു പാസ്റ്റർ, ഇവരൊക്കെയാണ് ഞാൻ സാധാരണ വീഡിയോയിൽ കൂടുതൽ കാണാറും അവരത് കാര്യം മാത്രം പ്രസക്തമായിട്ടൊക്കെ പറയുള്ളൂ. ഇങ്ങനെ ഡേവിഡ് അടിമാലി എന്നൊരു പാസ്റ്റർ വളരെ വിവരമുള്ളവരാണ്, അദ്ദേഹം വളരെ തിരക്കുള്ളവരാണ്, സമയമില്ല എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പം ഞാനും ഈ ഘട്ടത്തിൽ പെട്ടതാണെന്ന് വരുത്തി അദ്ദേഹം വൈറലാകാൻ നോക്കിയതാണോ എന്ന് എനിക്ക് സംശയിക്കാമല്ലോ. കാരണം അത്ര പ്രസിദ്ധനാണ്, അല്ലെങ്കിൽ വൈഭവമുള്ളവരാണ്, വേദോത്സവം ശരിക്കും പഠിച്ച ആളാണ് എന്നൊന്നും എനിക്ക് അദ്ദേഹത്തെ പറ്റി ഇതിനു മുമ്പ് തോന്നിയിട്ടില്ല. ഒന്നിരുടെ വീഡിയോകൾ ചിലപ്പോൾ കാണാറുണ്ട്, ചിലതിനൊക്കെ മറുപടി പറയാറുണ്ട്. അദ്ദേഹം അത് കാണണമെന്ന് നിർബന്ധമില്ല, ഞാൻ അതിന് ഒന്നും പറയുന്നുമില്ല. അപ്പോൾ സ്വയം വൈറലാകാൻ അദ്ദേഹം മാസ്റ്റർ ആരി കൊടുത്തോട്ടത്തിനോടൊപ്പമൊക്കെ ഞാനും വീരനാണ്, വിവരമുള്ളവരാണെന്ന് മറ്റുള്ളവരെ ധരിപ്പിച്ച് സ്വയം വൈറലാകാൻ ശ്രമിക്കുന്നതാണ് എനിക്ക് തോന്നിയത്. പിന്നെ രണ്ടാമത് അദ്ദേഹം പറയുന്നത്, മത്തായി 18:28 മുതൽ വായിക്കുമ്പോൾ, സ്വർഗത്തിലും ഭൂമിയിലും സർവാധികാരവും എനിക്ക് നൽകിയിരിക്കുന്നു, ഞാനത് നിങ്ങൾക്ക് തരുന്നു. ഞാൻ പറഞ്ഞു ശരിയാ, പക്ഷെ ആ മുകളിൽ പറഞ്ഞതിൻ്റെ ഒരു വ്യാഖ്യാനമായിട്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് 18 മുതൽ വായിക്കുമ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നും അതിനകത്തില്ല. വിവരമുള്ളവർക്ക് അറിയാം അത് വ്യാഖ്യാനമാണെന്ന്. അച്ഛനാണോ അധികാരം കൊടുത്തത്? ഈ അധികാരം ശിഷ്യന്മാർക്ക് കൊടുക്കുമ്പോൾ സർവാധികാരം, സ്വർഗത്തിൽ ഭൂമിയിൽ സർവാധികാരം ശിഷ്യന്മാർക്ക് കൊടുക്കുമ്പോൾ ശിഷ്യന്മാരൊക്കെ ദൈവമാവില്ലേ, തൃത്വത്തിലെ ഒരാളാവില്ലേ എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. സർവാധികാരം കൊടുത്തിട്ടുണ്ട്, ഓരോരോ അധികാരങ്ങളും ഓരോരോ സമയത്ത് കൊടുക്കുന്നുണ്ട്. ഭൂതങ്ങളെ പുറത്താക്കാൻ, രോഗികളെ സൗഖ്യമാക്കാൻ, മരിച്ചവരെ ഉയർപ്പിക്കാൻ. അതുകൂടാതെ പ്രധാനപ്പെട്ട ഒരു അധികാരം കൊടുത്തത് അവരുടെ മേൽ ഊതി അവർക്ക് പരിശുദ്ധാത്മാവിനെ കൊടുത്തു. നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നോ മോചിക്കപ്പെട്ടിരിക്കും, ആരുടെ പാപങ്ങൾ നിർത്തുന്നോ നിർത്തപ്പെട്ടിരിക്കും. ദൈവത്തിന് മാത്രമായ ഒരു അധികാരമാണ് പാപത്തിന് കൊടുക്കുക എന്നുള്ളത്. അത് ശിഷ്യന്മാർ കൊടുത്തു. അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചാൽ പറയുന്നത്. ഞാനെൻ്റെ ആ വിഷയത്തിൽ നിന്ന് മാറി ഇങ്ങേരെ വിഷയത്തിൽ നിന്ന് ട്വിസ്റ്റ് ചെയ്ത് പോകണം. സ്നാനം കഴിപ്പിക്കാൻ ആർക്കാണ് അധികാരമുള്ളത്? അത് വരുന്നവർക്കാണ് കൊടുത്തത്. ഞാനിപ്പോഴും അത് തന്നെ പറയുന്നു. പിന്നെ അവർ പട്ടം കൊടുത്തവർക്ക് എന്ന് പറഞ്ഞ് ഞാൻ നിർത്തി. പിന്നെ ആ പട്ടത്വം പിന്തുടർച്ച എന്നുള്ള പറയേണ്ട കാര്യമില്ല. അതുമേ പിടിച്ചാണ് അദ്ദേഹം. എന്ത് ചെയ്യാൻ പറ്റും? വേറെ ബാലിശമൊക്കെ ബാലിശമാണ്.
നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് അവരോട് ഉപദേശിച്ചും എന്നൊക്കെ പറയുമ്പോൾ അവരെ ദൈവങ്ങളാക്കാണോ അതാണോ ഇതാണോ അത് അച്ഛനാണോ ഈ അധികാരം കൊടുക്കണേ? വിവരമുള്ളവർക്കറിയാം ഞാൻ ഇതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞത്. അല്ലാണ്ട് അത്ര പുസ്തകത്തിൽ പറയാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് പറയുന്നതിൽ അത് വെറും ബാലിശമായിട്ട് എനിക്ക് തോന്നുള്ളൂ. വിവരമുള്ളവർക്ക് അത് മനസ്സിലാവും. പിന്നെ അദ്ദേഹം പറയുന്നത് അച്ഛൻ അവിടുത്തെ പട്ടത്തും കിട്ടിയത് അച്ഛനെ കണ്ട ഒരു 2000 വയസ്സ് തോന്നിക്കില്ല എങ്ങനെയായാലും. അപ്പോൾ ഈ അപ്പോസ്തലന്മാരാണോ അച്ഛൻ്റെ പട്ടത്ത് നിന്നത് എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നത്. അതിന് ഞാൻ പറയുന്നുണ്ട്, തീമോത്തിയോസിനോട് പൗലോസ് പറയുന്നുണ്ട്, നീ ധൃതി പിടിച്ച് ആരുടെ മേലും കൈവയ്ക്കരുതെന്ന്. അപ്പോൾ തീമോത്തിയോസ് ആരാ കൊടുത്തത്? ഈ 12 അപ്പോസ്തലന്മാരിൽ 11 അപ്പോസ്തലന്മാരിൽ പെടാത്ത ഒരാളാണല്ലോ കൊടുത്തത്. തീമോത്തിയോസ് പലർക്കും പട്ടത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ആ പിന്തുടർച്ച എന്നുള്ളൊരു വാക്ക് ഞാൻ ഉപയോഗിച്ചില്ല. അതിനെ കയറി പിടിച്ച കാണും. വിമർശിക്കാനൊന്നും ഇല്ലാതെ വരുമ്പോൾ ഒന്നും അറിയാൻ വയ്യാത്തവരും ഇങ്ങനെയൊക്കെ പലതും വിമർശിക്കും. സ്കോളർ സ്ക്രിപ്ചർ ആണല്ലോ, അക്ഷരത്തിലേ പഠിക്കണം. അക്ഷരത്തിൻ്റെ ആന്തരിക അർത്ഥത്തിലേക്ക് പ്രവേശിക്കാൻ അവർക്ക് അറിയാൻ പാടില്ല. അവർ വചനങ്ങൾ പഠിച്ചിട്ടില്ല, വായിച്ചിട്ടുണ്ട്, പക്ഷെ പഠിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ ഒരു ചെറിയ അധികാരമല്ല ഒരു കൊടുത്ത്, ഞാൻ നിങ്ങൾക്ക് തരാണത്, ആ അർത്ഥത്തിലാണ് പറഞ്ഞത്. ഞാനൊരു കാര്യം പറയട്ടോ, യോഹന്നാൻ 17:18 ഇങ്ങനെയുണ്ട്, കർത്താപിതാവിനോട് പ്രാർത്ഥിക്കുന്നതാണ്. പുരോഹിത പ്രാർത്ഥനയാണത്. 17 മുതൽ അധ്യായങ്ങളൊക്കെ 17-18. പിതാവേ, നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാനും അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. പിതാവേ, നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാനും അവരെ ലോകത്തിലേക്ക് അയക്കുന്നു. ആ പിതാവാൻ ദൈവം പുത്രനാം ദൈവത്തെ ലോകത്തിലേക്ക് അയച്ചതുപോലെ എന്ന് പറഞ്ഞാൽ പുത്രനാം ദൈവത്തിൻ്റെ ആ ദൈവത്വമൊക്കെ ഈ ശിഷ്യന്മാർക്ക് കിട്ടിയെന്നാണോ ഭാഷ ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെ പറയുന്ന ഭാഷ ദൈവത്തെ തന്നെ ചോദ്യം ചെയ്യാണ്. നീ എന്നെ അയച്ചതുപോലെ ഞാൻ ഇവരെ അയക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ലേ എന്ന് പറയണത്. അപ്പോൾ പിതാവിൻ്റെ പുത്രൻ്റെ ആ ദൈവത്വം അവർക്ക് കൊടുക്കുന്നതാണോ? ബാലിശമൊന്നുമല്ല, വിവരക്കേട്. ബാലിശമൊന്നും ഇതിന് പറയാൻ പറ്റില്ല, വിവരക്കേട്. പിന്നെ വേറൊരു കാര്യത്തിൽ ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞ കാര്യമല്ല അത്, ഒരു പാസ്റ്റർ ഇങ്ങനെ വ്യാഖ്യാനിച്ചൊന്ന് ഞാൻ പറഞ്ഞു. എന്നാ നിങ്ങൾ പുറപ്പെട്ട പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് അവരുപദേശിച്ചും. പാസ്റ്ററുടെ പേര് ഞാൻ പറഞ്ഞില്ല, വെറുതെ ഞാൻ അതുകൂടെ പറഞ്ഞു. ആ പാസ്റ്ററുടെ പേര് പറയുന്നില്ല, എനിക്ക് ആരെ അപമാനിക്കാൻ താല്പര്യമില്ലെന്നത്. കെ വർഗീസ് എന്ന പാസ്റ്ററാണെന്ന് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞെന്നറിയാമോ? അവരെ ഉപദേശിച്ചും. അപ്പോൾ കൊച്ചുങ്ങളെ പൊക്കിക്കോ, പക്ഷെ കൊച്ചുങ്ങൾക്ക് ഉപദേശം കേൾക്കാനുള്ള കഴിവുണ്ടോ? അപ്പോൾ കർത്താവ് കൊച്ചുങ്ങളെ മാമോദിസ വെക്കാൻ ഉദ്ദേശിച്ചില്ല. ഉപദേശിച്ചത് ഞാൻ പറഞ്ഞല്ല, ഇത് കെ വർഗീസ് എന്ന് പറഞ്ഞ ഒരു പാസ്റ്റർ പറഞ്ഞാണ്. എൻ്റെ ഓർമ്മ ഗോസ്പൽ TV-യിൽ സാജു പാസ്റ്റർ അദ്ദേഹം കൂടെ സംസാരിക്കുമ്പോൾ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. എങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്? ആ വീഡിയോയിൽ അല്ലെങ്കിൽ വേറെ വീഡിയോയിൽ അത് മറച്ചു വെച്ചിട്ട് ഞാൻ പറഞ്ഞൊന്നാക്കിയത്. എന്തിനാ ഭാഷ ഇങ്ങനെയൊക്കെ ഈ അറിയാൻ വള്ളിയും ഉണ്ടായിരിക്കുക? അധികം ഉള്ളൊന്നും എനിക്ക് പറയാനില്ല. അദ്ദേഹം പറഞ്ഞത് ഉപദേശിക്കണമെങ്കിലും പ്രായമായിരിക്കണമല്ലോ. കൊച്ചുങ്ങളെ നോക്കിക്കോ, പക്ഷെ കൊച്ചുങ്ങൾക്ക് ഉപദേശം കേൾക്കാനുള്ള കഴിവുണ്ടോ? 30 വയസ്സിലല്ല കർത്താവ് മാമോദിസ വാങ്ങിയത്. അത് ഇതിനോടനുബന്ധിച്ചല്ല ഞാൻ പറഞ്ഞത്. ഒരു സ്ത്രീയുടെ അടുത്ത് വന്നു, കർത്താവ് 30 വയസ്സിലല്ല മാമോദിസ വാങ്ങിയത്, നിങ്ങളെന്തിനാ കൊച്ചുങ്ങളെ മാമോദിസ നോക്കണത്? ഞാൻ ചോദിച്ചു പറഞ്ഞു, മോളെ നിങ്ങൾ 30 വയസ്സിലാണ് മാമോദിസ കൊടുക്കുന്നത്, നിങ്ങൾ 15-16 വയസ്സാകുമ്പോൾ കൊടുക്കണല്ലേ. പിന്നെ കുട്ടികളെ മാമോദിസ നോക്കുന്നതിനെ പറ്റി ഞാൻ കുറച്ച് 2-3 സെൻറ്റൻസ് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ടച്ച് ചെയ്യണില്ല. അപ്പോൾ ഒരു വാദം അദ്ദേഹത്തിൻ്റെ അങ്ങനെയാണ്. ഞാൻ പറഞ്ഞല്ല, ബഹുമാനപ്പെട്ട പാസ്റ്റർ എൻ്റെ വീഡിയോ ശരിക്കും കേൾക്ക്. ക്ലിപ്പൊക്കെ വേണമെങ്കിൽ ഞാൻ അടുത്ത് പിന്നെ അയച്ചു തരാം. പക്ഷെ അതിനകത്ത് ഞാൻ പറഞ്ഞത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ പാസ്റ്റർ എന്താ പറഞ്ഞെന്നുള്ളത് ശരിക്ക് അതെന്താ പാസ്റ്റർ ആ ക്ലിപ്പിൽ പ്ലേ ചെയ്യാത്ത ബാക്കിയെല്ലാം പ്ലേ ചെയ്തല്ലോ.
ഈ ഈ മറച്ചു പിടിച്ച് കള്ളത്തരം പറയരുത് മാസ്റ്റർ. ഞാനല്ല പറഞ്ഞത്, ഇന്ന ആൾ പറഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞത്. പേര് ഞാൻ പറഞ്ഞില്ല, ഇതിപ്പോൾ പേര് പറയും, അല്ലെങ്കിൽ നിങ്ങളതും ഞാൻ കള്ളം പറഞ്ഞെന്ന് പറയും. പിന്നെ ഇപ്പോൾ ഒരു പോയിന്റ് പറഞ്ഞെന്താ, കർത്താവ് മാമോദിസ മുങ്ങി, വെള്ളത്തിൽ മുങ്ങി. എവിടെയാ ഭാഷ വെള്ളത്തിൽ കർത്താവ് മുങ്ങി എന്ന് എഴുതിയേക്കണേ? വെള്ളത്തിൽ രണ്ടുപേരും വെള്ളത്തിൽ മുങ്ങാനല്ലെങ്കിൽ കർത്താവ് ഇറങ്ങിയതിനാ? കരക്കിയതുകൊണ്ട് യോഹന്നാൻ നീൻ്റെ തലയിൽ വെള്ളം കോരി ഒഴിച്ചു എന്ന് പറഞ്ഞാൽ പോരെ? അതാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത വാദം. ഷണ്ണനെ ഫിലിപ്പോസ് മാമോദിസ നോക്കി, അവിടെ വെള്ളത്തിൽ മുങ്ങിയെന്ന് എഴുതിയിട്ടില്ല. ഈ ബാപ്റ്റിസ്മ എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹത്തിന് ഒന്നും അത്ര അറിയാം. മുങ്ങുക, തളിക്കുക, കഴുകുക, അത് 3 അർത്ഥമുണ്ട്. ബാപ്റ്റിസ്മ എന്നൊരു ഗ്രീക്ക് വാർഡാണ്. ബാപ്റ്റിസം അത് ഇംഗ്ലീഷാണ്, മാമോദീസ സുറിയാനി പദമാണ്. ഇപ്പോൾ ബാപ്റ്റിസ്മ എന്ന് പറഞ്ഞാൽ മുങ്ങുക, കഴുകുക, തളിക്കുക എന്നർത്ഥമുണ്ട്. ഞങ്ങൾ കൊച്ചിനെ ആ മാമോദീസ തൊട്ടിൽ ഇരുത്തി തലയിൽ വെള്ളം കോരി ഒഴിക്കണം. അതിൻ്റെ ആവശ്യമുള്ളൂ. അത് മുങ്ങിയ പോലെ ആയി. കാരണം ബാപ്റ്റിസ്മയുടെ അർത്ഥമൊന്നുണ്ട്, തളിച്ചാലും മുങ്ങിയ പോലെയായി. കർത്താവ് വെള്ളത്തിൽ മുങ്ങിയെന്ന് ഒരിക്കലും എഴുതിയിട്ടില്ല. കർത്താവ് വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ, അപ്പോൾ ഇറങ്ങാണ്ട് കയറാൻ പറ്റില്ല. പക്ഷേ വെള്ളത്തിൽ നിന്ന് മുങ്ങി കയറിയപ്പോൾ എന്ന് എഴുതിയിട്ടുണ്ടോ മാഷ്? എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഒന്ന് കാണിച്ചത്. ഇനി പെന്തിക്കോസ്ത് ദിവസം 3000 പേര് സ്നാനമിട്ടു. ആ 3000 പേര് വെള്ളത്തിൽ മുങ്ങി. അവിടെ ആ ഗൾഫ് പ്രദേശങ്ങളിൽ വെള്ളം തന്നെ കിട്ടാൻ വിഷമം. ഷണ്ണനെ തേര് തെളിച്ചത്, ഇവിടെ വെള്ളമുണ്ടല്ലോ, നമുക്ക് ഇവിടെ സ്നാനം കേൾക്കാൻ എൻ്റെ ഒരു വിരോധമില്ല എന്ന് പറയും. നീ വിശ്വസിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ, പ്രായമുള്ളവരെ ഞങ്ങളെപ്പോഴും വിശ്വാസമായിട്ട് പറഞ്ഞാൽ നോക്കിക്കണത്. ശിശുക്കളെ മുക്കടേണ്ട കാര്യമൊക്കെ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അത് ടച്ച് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ഇങ്ങനെയുള്ള ബാലിശമായ വിമർശനങ്ങളാണ്. അപ്പോൾ ഇനിയും അദ്ദേഹത്തിൻ്റെ മറുപടിക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാനും മറുപടി തന്നോളാം. ഞാൻ പറയുന്നതിന് അത് ആലോചിച്ച് ശരിക്കും പഠിക്കണം. എനിക്ക് വൈറലാവാനല്ല. ഇപ്പോൾ ഭാഷയിൽ വൈറലാവാനാണ് നോക്കണം. നിങ്ങൾ പുറപ്പെട്ടു പറയുമ്പോൾ നിങ്ങൾക്കാണ് അധികാരം കൊടുത്ത്, പിന്നെ അവർക്ക് അധികാരം വേറെ ആർക്കും കൊടുക്കാൻ പാടില്ല എന്ന് പറയാൻ എന്ത് ചെയ്യാൻ പറ്റും? കുർബാന സ്ഥാപിച്ചു, 12 ശിഷ്യന്മാരും കൊടുത്തു. നിങ്ങൾ ഇതുവരെ ചെയ്യാൻ പറഞ്ഞിട്ട് വേറെ ആർക്കും ചെയ്യേണ്ട, വേറെ ആരും രക്ഷ പ്രാപിക്കേണ്ടതെന്നോ അതിൻ്റെ അർത്ഥം? വെറും ബാലിശം. ഭാഷയൊന്നും പഠിച്ചിട്ടില്ല, വചനം പഠിച്ചിട്ടില്ല, എന്നോട് തർക്കിക്കാൻ പാസ്സായിട്ടില്ല ഉള്ള കാര്യങ്ങൾ പറയാമല്ലോ. ഭാഷയ്ക്ക് വേറെ ഏതെങ്കിലും കാര്യം പറഞ്ഞോ? ഞാൻ വെല്ലുവിളിക്കുന്നതൊന്നുമല്ല, ഞാൻ വലിയ മഹാനാണ്, പണ്ഡിതനാണെന്നും പറയുന്നതുമല്ല. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം കൊണ്ടൊക്കെ ഭാഷയ്ക്ക് എന്തോ ഒരു വിവരമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇനി പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞോ, ഞാനതിന് മറുപടി എന്നോളാം. ഇത്രയും പോയിന്റുകളാണ് പ്രധാനമായിട്ട് പറഞ്ഞതിൻ്റെ ഓർമ്മ. വേറെ ഒന്നും ഇത് പറയട്ടെ, ഇതിന് മറുപടി വരട്ടെ. അപ്പോൾ ഞാൻ മറ്റുള്ളവർക്ക് മറുപടി പറഞ്ഞോളാം. ദൈവം ഭാഷയെ അനുഗ്രഹിക്കട്ടെ, എന്നെ അനുഗ്രഹിക്കട്ടെ. സത്യവിശ്വാസം പഠിക്കുകയും പെന്തക്കോസ്തുകാര് രക്ഷ പ്രാപിക്കില്ല. നിങ്ങൾ ശരിയായ മാമോദീസയെ കൂദാശിക്ക് കർത്താവ് സ്ഥാപിച്ച എല്ലാ കൂദാശിക്ക് കർത്താവ് സ്ഥാപിച്ച ഞാനൊക്കെ ഒരു ദിവസം ആ വീഡിയോ ചെയ്തിരുന്നു. അതൊന്നും നിങ്ങൾ കണ്ടാലും കണ്ടില്ലെന്ന് അടിക്കുന്നു. വിശുദ്ധ തൃത്വത്തെപ്പറ്റി ഒരു പാസ്റ്ററും ഇതേവരെയും വ്യക്തമായി ഉത്തരം തന്നിട്ടില്ല. ഗോസ്പൽ ടി വിയിലെ രാജേഷ് എന്ന് പറയുന്ന ഒരു പാസ്റ്ററും പിന്നെ ഒരു അജു ബ്രദറും കൂടി, അജു ബ്രദർ ക്വസ്റ്റ്യൻ ചോദിക്കണതാണ്, സാജു പാസ്റ്റർ. അദ്ദേഹം വളരെ വിശദമായിട്ട് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും വേദവാക്യങ്ങൾ ഉദ്ധരിച്ച് തന്നെ സ്ഥാപിച്ച ദൈവമാണെന്ന് അതൊക്കെ സമ്മതിക്കണം. പക്ഷെ ത്രിയേക ദൈവം എന്താ അത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ അതിനെപ്പറ്റിയൊരു വീഡിയോ ഇത് കഴിഞ്ഞ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ അവരോട് ചെയ്തോളാത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഞാനത് ചെയ്യുന്നുണ്ട്. പറ്റുമെങ്കിൽ അതൊന്ന് കേട്ടാൽ നല്ലതാണ്. ഒരു പാസ്റ്ററും ത്രിയേകത്വം വ്യക്തമായിട്ട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. പലരും 10-30 വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കേട്ടിട്ടില്ല. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്.
ഇതിൽ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പാസ്റ്റർ പറഞ്ഞോ, ഞാൻ എൻ്റെ അറിവ് വെച്ച് തിരുത്തി തരാം. വെറുതെ ഇങ്ങനെയുള്ള ബാലിശമായ കാര്യങ്ങൾ ചോദിക്കണമെങ്കിൽ ഞാൻ പറയില്ല. പാസ്റ്ററുടെ സമയം വിലയേറിയതാണ്, എൻ്റെ സമയവും അത്ര വിലയേറിയതായിട്ട് പാസ്റ്റർക്ക് തോന്നുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ കർത്താവ് വെള്ളത്തിൽ മുങ്ങി എന്ന് പറയുമ്പോൾ 2000 കൊല്ലം മുമ്പ് കർത്താവിൻ്റെ കൂടെ പാസ്റ്റർ ഇത് കണ്ടു അല്ലേ? അപ്പോൾ പാസ്റ്റർക്ക് ഇപ്പോൾ 2000 വയസ്സായിട്ട് എനിക്ക് ചോദിക്കാൻ പാടില്ലേ? പാസ്റ്റർ കണ്ടല്ലേ ഇത് കർത്താവ് മുങ്ങണത്? എന്തിനാ പാസ്റ്റർ ഇതൊക്കെ? ഞാൻ കൂടുതൽ പറയുന്നില്ല. ദൈവം അങ്ങേ അനുഗ്രഹിക്കട്ടെ. സത്യവേദ പഠിക്കാൻ അങ്ങേക്ക് താല്പര്യം ഉണ്ടാകട്ടെ. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.